ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ട്യൂട്ടോറിയൽ 6ലെ ഡബിൾ സ്ട്രാൻഡ്സ് ചെയിൻ സ്റ്റിച്ച് യൂസിങ് സിൽക്ക് ത്രെഡ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഡിഫറെൻറ്റ് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്, റെഡ് ആൻഡ് ഗ്രീൻ. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലെ 2 കളേഴ്സ് ത്രെഡ് എടുത്താൽ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ഒരു ത്രെഡ് മുകളിലേക്ക് വന്നില്ലെങ്കിൽ പോലും അത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് നല്ല യൂസ്ഫുള്ളാണ്. 2 ത്രെഡും ഇതുപോലെ ഒരുമിച്ച് പിടിച്ച് നോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ത്രെഡ് അധികം മെസ്സാവില്ല. അറിയാലോ, സിൽക്ക് ത്രെഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 കളേഴ്സ് എടുത്തേക്കുന്നത് കൊണ്ട് എങ്ങനെ പോയാലും മെസ്സാവും. എന്നിട്ട് നമ്മൾ എപ്പോഴും പിടിക്കുന്നത് പോലെ തന്നെ 2 ത്രെഡും ഒരുമിച്ച് പിടിച്ചിട്ട് നീഡിൽ വെച്ച് മുകളിലേക്ക് വലിച്ചെടുക്കുക. കണ്ടോ, 2 കളർ ത്രെഡ് എടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും രണ്ടും മുകളിലേക്ക് വന്നിട്ടുണ്ടോയെന്ന്. ആദ്യമൊക്കെ വലിയ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് പഠിക്കുക, നീഡിലിൻ്റെ ടിപ്പ് വെച്ച് വലിക്കാതെ ഇതുപോലെ ചെയ്തെടുക്കാം. എപ്പോഴും പറയുന്നത് കൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യാത്തത് അധികം. സിൽക്ക് ത്രെഡ് ഹാൻഡിൽ ചെയ്യാൻ നല്ല പാടാണ്. ഒത്തിരി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ, സ്റ്റിച്ചസും പ്രോപ്പറായിട്ട് വരുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡ് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് അത് ഓക്കെ ആവും കേട്ടോ. ത്രെഡും നീഡിലും ടൈറ്റായിട്ട് പിടിക്കരുത്, സിൽക്ക് ത്രെഡ് ഈസിലി പൊട്ടിപ്പോകും. അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു വേവ് ഷേപ്പിലുള്ള ലൈൻ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ എല്ലാ സ്റ്റിച്ചുകളും ഡിഫറെൻറ്റ് ഷേപ്സിൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓരോ ഷേപ്സിലും ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് എങ്ങനെയൊക്കെയാണ് ടേൺ ചെയ്തു പോകണമെന്നുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.